ഇന്നലെയായിരുന്നു നമ്മുടെ +1 റിസൾട്ട് വന്നത്. ജൂലൈ 17. നമ്മുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ കാത്തിരുന്ന് അങ്ങനെ വന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് നമുക്ക് ജൂൺ 10 റിസൾട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നീട് ഗൾഫിൽ എക്സാംസ് ഒന്നും നടത്താൻ പറ്റാത്തതിനെ കൊണ്ട് അത് കുറച്ച് വൈകിയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെയും കൂടി റിസൾട്ട് ഒപ്പം ഡിക്ലെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു നമ്മളത് പിന്നീട് ജൂലൈ 15 ആക്കി. അങ്ങനെ ജൂലൈ 15 വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പിന്നീട് പറഞ്ഞു ജൂലൈ 17 വരിക. അങ്ങനെ ഫൈനലി ജൂലൈ 17 ഇന്നലെ ഫ്രൈഡേ നമ്മുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ലൈവ് റിയാക്ഷൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ലൈവ് റിയാക്ഷൻ എടുക്കണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. എങ്കിലും ഇന്നലെ തന്നെ റിസൾട്ട് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതി. കാരണം ലൈവ് റിയാക്ഷൻ ഇടാനുള്ളൊരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല. ഇനി ഇൻഷാല്ലാ +2 നമുക്ക് നോക്കാം ലൈവ് റിയാക്ഷൻ എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തായാലും +1 എനിക്ക് പറ്റിയില്ല. 10th എന്ന് പറയുമ്പോൾ ഈ ഒരു ചാനൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 10th പോലെയല്ല. 10th എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര പേടി ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എന്തായിരുന്നു ഗോള് ഫുൾ A+ ആയിരുന്നു. അപ്പോൾ +1 അത്രക്ക് അങ്ങ് ഇതുണ്ടായിരുന്നില്ല എങ്കിലും കുറച്ചധികം എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മാർക്കിൽ. ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒക്കെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. സോ ഞാൻ എൻ്റെ റിസൾട്ട് പറയാണ്. അപ്പം റിസൾട്ട് നോക്കിയപ്പോൾ വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഇതിൽ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള മാർക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാർക്ക് നല്ലോണം കൂടുതലോ അങ്ങനെയൊന്നുമല്ല, എന്നാലും ഞാൻ കരുതിയ ഒരു മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഫുൾ A+, ഫുൾ മാർക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എനിക്ക് കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമ്മൾ 18 മാർക്ക് വരുന്നെങ്കിൽ എനിക്ക് മാർക്ക് 75/18 ആണ്. അതായത് എൻ്റെ 5 മാർക്സ് പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്വിസ്റ്റഡ് ആയിരുന്നല്ലോ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ പ്രൊഫൈലാണ് എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നു. കാരണം പ്രൊഫൈലിൽ ഹീ ഷീ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. അപ്പോൾ 100ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 95 മാർക്സ് ഔട്ട് ഓഫ് 100 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അടുത്തെന്ന് പറയുന്നത് മലയാളമാണ്. മലയാളം ആണ് ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മലയാളത്തിൽ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഫുൾ ഉണ്ട്, 100 ഔട്ട് ഓഫ് 100 ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് A+ ആയി, മലയാളം A+ ആയി. ആൻഡ് അടുത്തെന്ന് പറയുമ്പോൾ ഫിസിക്സിൽ എനിക്ക് 77 ഔട്ട് ഓഫ് 18 ആണ്. അപ്പോൾ 3 മാർക്ക് പോയി, എക്സ്പെക്റ്റഡ് തന്നെയാണ്. ആൻഡ് കെമിസ്ട്രിയിൽ ഞാൻ ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു, ബട്ട് 1 മാർക്ക് പോയിട്ടുണ്ട്, 79 ഔട്ട് ഓഫ് 18 ആണ്. ആൻഡ് ഇനി ബയോളജി 78 ഔട്ട് ഓഫ് 18 ആണ്. എനിക്ക് ഉറപ്പുണ്ട് ബോട്ടണിയിൽ തന്നെ എനിക്ക് 2 മാർക്സ് പോയിട്ടുണ്ടാവുക. കാരണം സുവോളജി സിമ്പിളാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള സബ്ജക്റ്റ് ഞാൻ പറയുകയാണ്. എനിക്ക് ഭയങ്കര ടഫുള്ളൊരു സബ്ജക്റ്റാണ്. എക്സാമിന് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് പോയിരുന്നുണ്ടായിരുന്നത്. ബട്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് ട്വിസ്റ്റഡ് ആയിരുന്നു. എങ്കിലും ഒരുപാട് പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് എനിക്ക് കുറവാണ്. എനിക്ക് 15 ഔട്ട് ഓഫ് 18 ആണ്. അതായത് 50 ഔട്ട് ഓഫ് 80 ആണ്. അപ്പോൾ വളരെ കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് മാത്സിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നുണ്ട് മാത്സിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള സബ്ജക്ട്സിലൊക്കെ കുഴപ്പമില്ലാത്തൊരു എക്സ്പെക്റ്റഡ് മാർക്സ് ഉണ്ട്. ആൻഡ് ഇംഗ്ലീഷ് ഞാൻ ചിലപ്പോൾ ഇംപ്രൂവ്മെന്റ് എഴുതണമെന്നുണ്ട്, ആൻഡ് ചിലപ്പോൾ എഴുതുള്ളൂ. ബാക്കി ഒരു സബ്ജക്റ്റിന് എഴുതുന്നില്ല. കാരണം നമ്മുടെ +2 കൂടെ നമുക്ക് മാനേജ് ചെയ്യണം അതിൻ്റെ കൂടെ. അതായത് നമ്മൾ ആ സിലബസ് മൊത്തമായിട്ട് കവർ ചെയ്യണം. അപ്പോൾ അതിനെന്തായാലും നടക്കില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ
നമുക്ക് ലാസ്റ്റ് വെച്ച് നോക്കിയാലും പിന്നെയും കിട്ടുന്നതാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ അറിയുന്നതാണ്. പിന്നെ ഇംഗ്ലീഷ് നമുക്ക് കുറച്ചിങ്ങനെ റെഡി ആക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും +2 ഫോക്കസ് ചെയ്യാൻ തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ +2 ഓണം എക്സാം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നാണ് കരുതുന്നത്. അപ്പോൾ +2 ഓണം എക്സാം കഴിയുമ്പോൾ നമുക്ക് ഓണം വെക്കേഷൻ ഉണ്ടാവും. ആൻഡ് ഒക്ടോബറിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത്. അതന്നെ വളരെ വലിയൊരു ലക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്കൊന്നും ഇങ്ങനെ ഒരു ലക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്തായാലും കിട്ടാനുള്ളത് തന്നെയുള്ളൂ. ഒക്ടോബറിലാണ് എക്സാം വരുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ +2 നോക്കിയിട്ടില്ലെങ്കിലും വലിയ സീന് വരുന്നില്ല. കാരണം എന്താണ്, ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ സെറ്റ് ആക്കിയിരിക്കും. അതായത് ഒക്ടോബർ നവംബർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം വരിക. അപ്പോഴേക്കും നമുക്ക് സെറ്റ് ആക്കാവുന്നതാണ്. പിന്നെ +2 ആണ്, നമുക്ക് ഓണം ഉണ്ടാകും, അതുപോലെ തന്നെ ക്രിസ്മസ് ഉണ്ടാകും, അതുപോലെ തന്നെ ടൂർ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പഠിത്തം കൂടി മാനേജ് ചെയ്ത് പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്സ് വന്നിട്ട്. അപ്പോൾ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ മാത്സ് എക്സാം എഴുതിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ കരുതിയ ഒരു മാർക്ക് തന്നെയാണ്. പിന്നെ ബാക്കി 5 സബ്ജക്ട്സും ഞാൻ കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ആ ഹീയും ഷീയും ആ ഒരു ട്വിസ്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ട്. ആൻഡ് മാത്സ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് വലിയ സീനില്ല. അപ്പം എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ചെറിയൊരു റിഗ്രറ്റ് ഒക്കെ വരുന്നുണ്ട്. ബാക്കി 5 സബ്ജക്ട്സിൽ ഞാൻ എൻ്റെ ഫുള്ള് കൊടുത്തു. പക്ഷെ മാത്സിൽ എനിക്ക് ഫുള്ള് കൊടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10th ഞാൻ പേടിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് മാത്സ് തന്നെ ആയിരുന്നു. A+ പോകുമെന്ന്. ആൻഡ് +1 അത് എന്തായാലും എന്നെ ചതിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്സ് എന്തായാലും ഇമ്പ്രൂവ് ആക്കണം. ആൻഡ് ഇംഗ്ലീഷ് പറ്റുകയാണെങ്കിൽ ഇമ്പ്രൂവ് ആക്കണം. ചിലപ്പോൾ ഇമ്പ്രൂവ് ആക്കും. എന്തായാലും റിവാലുവേഷനൊന്നും കൊടുക്കണമെന്നാണ് കരുതുന്നത്. റിവാലുവേഷന് ഒരു പേപ്പറിന് 500 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ വെറുതെ പൈസ പോകും. ആൻഡ് ഒരു മാർക്കൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ അതിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്നതിനായിരിക്കും. അപ്പോൾ കുറച്ച് മാർക്ക് നമുക്ക് കൂട്ടാം. ആൻഡ് ഒക്ടോബറിലാണല്ലോ വരുന്നത്. 3 സബ്ജക്ട്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ മാർക്ക് കുറഞ്ഞവരൊന്നും പേടിക്കണ്ട. എന്തായാലും നിങ്ങൾക്ക് 3 സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു മാർക്കും അപ്പോൾ എനിക്ക് ടോട്ടൽ ഇപ്പോൾ ഫസ്റ്റിന് നമ്മുടെ ഇംഗ്ലീഷിൽ 95 പ്ലസ് മലയാളത്തിൽ 100 പ്ലസ് 77 ഫിസിക്സിൽ ആൻഡ് ബയോളജിയിൽ 78 ആൻഡ് കെമിസ്ട്രി 79 ആൻഡ് മാത്സ് 15. എനിക്ക് ടോട്ടൽ 479 ഔട്ട് ഓഫ് 520 ആണ്. അപ്പോൾ എനിക്ക് 479 ആണ്. കുഴപ്പമില്ലാത്തൊരു മാർക്കാണ്. എനിക്ക് ഏറ്റവും പോയിട്ടുള്ളത് മാത്സ് തന്നെയാണ്. മാത്സ് വളരെ കുറവാണ് മാർക്ക്. എനിക്ക് B ആണ് മാത്സിൽ വന്നിട്ട്. എൻ്റെ ഒരു പെർസെൻറ്റേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആൻഡ് ഇതിനെ ഡിവൈഡ് ബൈ 520 × 100 ചെയ്യുമ്പോൾ എൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് 92.11% ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് 92% ആണ്. മാത്സിൽ തന്നെയാണ് പകുതി പെർസെൻറ്റേജും പോയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എക്സ്പെക്റ്റഡ് മാർക്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് കെമിസ്ട്രിയിൽ 80 ഔട്ട് ഓഫ് 80 കിട്ടുമെന്ന് കരുതിയതായിരുന്നു. ഇപ്പം എന്തായാലും റിവാലുവേഷൻ ഒന്നും കൊടുക്കണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മാർക്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് നല്ല മാർക്സ് ഉണ്ട്. ഞങ്ങളെ ക്ലാസ്സിലൊക്കെ ഒരുപാട് പേർക്ക് നല്ല മാർക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഫുൾ മാർക്ക് ഫുൾ A+ കിട്ടിയവർക്കൊക്കെ +2 മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ബട്ട് നമ്മുടെ കേസ് അങ്ങനെയല്ല. നമ്മൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം അവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ചാൻസിൽ നമ്മൾ തിരിച്ചു പിടിക്കുന്നതായിരിക്കും. ഗായ്സ്, ഞങ്ങൾ +2 സ്റ്റുഡൻസിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. +1 റിസൾട്ട് വരുന്നത് സ്കൂളിലുള്ള അതേ ദിവസം. ഓ മൈ ഗോഡ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ലീവൊന്നും തന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ലീവ് എടുത്തു. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോയിട്ട് റിസൾട്ട് നോക്കാനുള്ള ഒരു പേടിയുണ്ട്. ആൻഡ് എനിക്ക് ടെൻഷനായിട്ട് പിന്നെ ആകെ ഇതാവുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ടീച്ചേഴ്സിൻ്റെ ഫോണിൽ നിന്ന് വേണ്ടവരൊക്കെ നോക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു പേടി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? കുറേ നോട്ട്സ് എഴുതാണ്ടായി. ക്ലാസ്സും മിസ്സായി. എനിക്ക് 5 A+ഉം അതുപോലെ തന്നെ ഒരു B ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് +1 സ്റ്റുഡൻസിനോടാണ്. ഇപ്പം തന്നെ നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങുക. ഒരു സീനിയറിൻ്റെ അഡ്വൈസ് ആയിട്ട് കിട്ടിയാൽ മതി. അഡ്വൈസുള്ള ആർക്കും ഇഷ്ടമില്ലെന്നറിയാം, എന്നാലും ഒരു ചെറിയ അഡ്വൈസ് ഇരിക്കട്ടെ. സോ
ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.